ബിനു, മോഹൻലാൽ വീണ്ടും ചതിച്ചോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. മോഹൻലാലിൻ്റെ ആരാധകർ വരെ ഞെട്ടിയിരിക്കുകയാണ്. മോഹൻലാൽ വീണ്ടും പണി തുടങ്ങിയോ, എമ്പുരാൻ പോലെ വീണ്ടും ഒരു ചതി പ്രേക്ഷകരോട് കാണിച്ചോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്താണ് സംഭവം? അത് ഈ തുടരും എന്ന സിനിമ ഇപ്പോൾ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഈ സിനിമകൾ ഉദയനാട് താരം എന്നുള്ള സിനിമയൊക്കെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കണ്ടന്റ് അറിയാം. ഈ തിരക്കഥ മോഷ്ടിച്ച് സിനിമയാക്കി എന്നുള്ളതാണ്. ഒരുപക്ഷെ മോഹൻലാലിന് ഇതിൽ പങ്കുണ്ടാവാനൊന്നും ചാൻസ് ഇല്ല. ഇതിൻ്റെ തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ സംവിധായകൻ മാത്രം അറിഞ്ഞിട്ടുണ്ടാവാം എന്നുള്ളതൊരു അപ്പുറം അതിനെ മോഹൻലാലിൻ്റെതായി നമുക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഏതായാലും തുടരും എന്ന സിനിമയുടെ നിർമ്മാതാവിനും സംവിധായകനും അതിൻ്റെ എഴുത്തുകാരനായ PR സുനിൽ എന്ന വ്യക്തിക്കും അഭിനേതാവായ മോഹൻലാൽ എന്ന നടനും വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഒരു വ്യക്തി നന്ദകുമാർ AP എന്ന് പറഞ്ഞ ഒരാളാണ് ഇത്തരത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അദ്ദേഹം അതിൽ പറയുന്ന കാര്യം, തുടരും എന്ന സിനിമയുടെ മൂല്യകഥയും കഥാസന്ദർഭവും ഞാൻ 2000 കാലഘട്ടം മുതൽ എഴുത്തു തുടങ്ങിയ രാമൻ എന്ന കഥ തന്നെയാണ് എന്നത് കൃത്യമായ ബോധ്യമുള്ളതാണ്. എൻ്റെ കയ്യിൽ അതിൻ്റെ എല്ലാവിധ ഡിജിറ്റൽ തെളിവുകളുമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. തുടരും സിനിമയുടെ കഥാകൃത്ത് അവകാശപ്പെടുന്നത് 12 കൊല്ലം മുൻപ് അയാൾ ഒരു പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരാളെ കണ്ടു എന്നും അങ്ങനെയാണ് കഥ തുടങ്ങിയതുമെന്നുമാണ്. അതായത് 2013, എന്നാൽ അതിലും എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് ഈ കഥ എഴുതി തുടങ്ങുന്നത്. ചേർത്തലയിൽ എനിക്ക് നാടക ട്രൂപ്പ് ഉണ്ടായിരുന്ന വൈക്കം മാനുഷാദ 3 കൊല്ലം ഞങ്ങളത് നടത്തി. ആ സമയത്ത് നാടകം എഴുതാനായി ഈ കഥ ഉപയോഗിക്കാമെന്ന് കരുതി, എങ്കിലും പിന്നീട് മാറുകയായിരുന്നു എന്നാണ് പറയുന്നത്. 2016 കാലഘട്ടത്തിൽ എനിക്കൊപ്പം അസിസ്റ്റൻറ്റ് ഡയറക്ടറായി ഉണ്ടായ സ്റ്റെബിൻ എന്ന വൈക്കം സ്വദേശിയായ പയ്യൻ തുടരുമെന്ന സിനിമയിൽ ഒരു പാട്ട് സീനിലുണ്ട്. അപ്പോൾ ഞാൻ ഹരിശ്രീ അശോകനെ വെച്ച് ചെയ്യാനായി അശോകൻ ചേട്ടനോട് കഥ പറഞ്ഞിരുന്നു. അശോകൻ ചേട്ടൻ്റെ മകൻ അർജുൻ ഈ സിനിമയിൽ ഒരു ആവശ്യമില്ലാത്ത ഒരു കാമിയോ റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ മുതലാണ് എൻ്റെ സംശയം ഇരട്ടിയായത്. പടം തുടങ്ങി ഏകദേശം തുടക്കത്തിലെ ലാഗ് സീൻ കഴിഞ്ഞ് സിനിമ യഥാർത്ഥ കഥയിലേക്ക് കടക്കുന്ന സമയം മുതലാണ് എൻ്റെ കഥയും കഥയുടെ സീനുകളും കടന്നു വരുന്നത്. എൻ്റെ തിരക്കഥ വായിക്കുന്ന ആർക്ക് വേണമെങ്കിലും അത് മനസ്സിലാക്കാൻ സാധിക്കും. ജോൺ എന്ന കഥാപാത്രത്തിന് ഞാൻ കൊടുത്ത കഥാപാത്ര രീതികൾ തന്നെയാണ് ജോർജ് എന്ന കഥാപാത്രത്തിന് നൽകിയത്. രാമേട്ടൻ എന്ന കഥാപാത്രമാണ് ഷൺമുഖനായി മാറുന്നത്. ബാക്കി അങ്ങോട്ട് എൻ്റെ കഥയിലെ സീനുകളാണ്. എൻ്റെ കയ്യിൽ ഞാൻ എഴുതിയ കഥയുടെയും ഞാൻ ആരൊക്കെയായി സംസാരിച്ചു എന്ന കാര്യങ്ങളൊക്കെയും ആർക്ക് കഥ അയച്ചു നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം കയ്യിലുണ്ട്. മോഷണം നടത്തിയ ആൾക്ക് മോഷ്ടിക്കാൻ പ്രേരിപ്പിച്ച ആളുകൾക്കും ഏതായാലും കഥയുടെ ഉത്ഭവം അറിയാം എന്ന് വിശ്വസിക്കുന്നു. പലതവണ നിർമ്മാതാവായ രഞ്ജിത്ത് സാറിനെ ഫോണിൽ വിളിച്ചുവെങ്കിലും എടുത്തില്ല. എൻ്റെ രാമൻ എന്ന സ്ക്രിപ്റ്റ് FB വഴി പോസ്റ്റായി ഇട്ടാൽ തുടരുമെന്ന സിനിമയ്ക്ക് അത് മോശമാകും എന്നതിനാലും തുടരുമെന്ന സിനിമയുടെ കഥ ലീക്കാകും എന്നതിനാലുമാണ് ഇത് ചെയ്യാത്തത്. എനിക്ക് അറിയേണ്ടത് ഇങ്ങനെ ഒരു ചതി ആരാണ് എനിക്ക് നൽകിയതെന്നും പണമില്ലാത്തവനായതുകൊണ്ട് എൻ്റെ കഴിവ് കട്ടെടുത്ത് ആർക്കും നല്ല സിനിമ ഉണ്ടാക്കാമെന്ന അവസ്ഥ ഇനിയും ആർക്കും വരാതിരിക്കാനാണ് ഞാൻ നിയമപോരാട്ടം നടത്താൻ തീരുമാനിച്ചത്. ആരാരെയാണ് തെറ്റിദ്ധരിപ്പിച്ച് കഴിവ് കട്ടെടുത്ത് പേരും പ്രശസ്തി ഉണ്ടാക്കുന്നതെന്നും അറിയണം. ബാല എന്ന നടന് ഞാൻ കൊടുത്ത ഹരിശ്രീ അശോകൻ എന്ന ആൾക്ക് കൊടുത്ത അതേ കഥ തന്നെയാണ് തുടരുമെന്ന സിനിമ ആയിരിക്കുന്നത്. സംഭാഷണങ്ങൾ മാറിയാലും കഥാസന്ദർഭവും വർത്തമാനാർത്ഥങ്ങളും മാറ്റമില്ല. എല്ലാം രാമനിലുള്ളതാണ്. സത്യം തെളിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദകുമാർ ഈ പോസ്റ്റ്, ബാലയ്ക്ക് തിരക്കഥ കൊടുക്കുന്നതിൻ്റെ ഒരു ചിത്രം സഹിതമാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിൽ പല സംശയങ്ങളും വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഒരു സിനിമ, ഇപ്പം ധന്യ ഒരു സിനിമയുടെ തിരക്കഥ എഴുതിയെന്നിരിക്കട്ടെ, സ്വാഭാവികമായിട്ട് അത് നമ്മൾ കൊണ്ടുപോയി ഒരു നടനെ വെച്ചാണ് എഴുതുന്നതെങ്കിൽ, നമ്മളിപ്പോൾ ഫഹദ് ഫാസിലിനെ വെച്ചോ അല്ലെങ്കിൽ ദുൽഖർ സൽമാനെ വെച്ച് മെയിൻ കഥാപാത്രമാക്കി ഈ സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നിരിക്കട്ടെ, നമ്മൾ അവരെ കൊണ്ടുപോയി ഇത് വായിച്ച് കേൾപ്പിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും അവരെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ അവർ ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സെലക്ട് ചെയ്യും. ചിലർ ചെയ്യുന്നത് പണ്ട് മുതലേ കണ്ടുവരുന്ന രീതിയാണ്. ചിലർ നമ്മളോട് പറയും, അയ്യോ ഇത് കൊള്ളില്ല, ഇത് നമ്മളെടുത്താൽ ഓടില്ല എന്ന് പറയും. എന്നിട്ട് നമ്മൾ പോയ ശേഷം ഇത് വേറൊരു തരത്തിലേക്ക് മാറ്റി എഴുതി ചില കണ്ടൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കുറച്ചുകൂടെ ഒന്ന് മാറ്റം വരുത്തി സിനിമയാക്കാറുണ്ട്. അങ്ങനെ പലരും പല ഇതുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു തിരക്കഥ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, ഇത് കോടതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് വേണമെങ്കിൽ നമ്മൾ അത് നമ്മുടെ അഡ്രസ്സിലേക്ക് തന്നെ ഈ തിരക്കഥ രജിസ്റ്റേർഡായിട്ട് പോസ്റ്റ് ഓഫീസിൽ അയക്കണം. പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് ഒരു കവറിലിട്ട് ഇത് നമ്മുടെ അഡ്രസ്സിൽ തന്നെ രജിസ്റ്റേർഡായിട്ട് അയക്കണം. അപ്പോൾ നമ്മളെ വീട്ടിൽ പോസ്റ്റ്മാൻ ഇത് കൊണ്ടുതരും, രജിസ്റ്റേർഡായിട്ട് ഒപ്പിട്ട് വാങ്ങുന്നു. അത് രജിസ്റ്റർ ചെയ്തേക്കുന്ന ഡേറ്റും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു 2 വർഷം കഴിയുമ്പോൾ ആരെങ്കിലും എടുത്ത് തിരക്കഥ ആക്കി സിനിമയാക്കി കഴിഞ്ഞാൽ നമ്മളിത് നമ്മുടെ കഥയാണെന്ന് പറഞ്ഞ് കോടതിയിൽ പോകുമ്പോൾ തെളിവ് തരാൻ പറയും. തെളിവ് തരാൻ പറയുമ്പോൾ നമുക്കിത് കോടതിയിൽ കൊടുക്കുമ്പോൾ അതിനെതിരെ നടപടി ഉണ്ടാവും. അതിപ്പം പലർക്കും അറിയില്ലെന്ന് തോന്നുന്നു. അത്തരത്തിൽ ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും. അത് ഈ വീഡിയോ കാണുന്നവർ
ഈ തിരക്കഥ എഴുതുന്നവരുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് ഉപകാരപ്പെടും. പക്ഷെ എനിക്കിതിൽ തോന്നുന്നത് അതിമികച്ച ഒരു കഥ തുടരും. നമുക്കൊന്നും പ്രതീക്ഷിക്കാത്ത, നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിൽ എടുത്തു വച്ചേക്കുന്ന ഒരു സിനിമ, നല്ല മികച്ച വിജയം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ. അതിൽ ഒരു ശ്രദ്ധ കിട്ടാനായിട്ട് ഒരാൾ വരുന്നു, എൻ്റെ കഥയാണെന്ന് പറയുന്നു. എന്നിട്ട് എന്താ പറയുക, ഇയാൾ ഇതിനു മുൻപ് ജോസഫ് എന്ന് പറയുന്ന ഒരു സിനിമയും ആണെന്ന് തോന്നുന്നു. എനിക്കയാൾ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. ആ സിനിമയും ഇയാളുടെ കഥയായിരുന്നു. അത് പിന്നീട് നിർമ്മാതാവുമായി സംസാരിച്ചത് കോംപ്രമൈസ് ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ലക്ഷ്യം കാണും. ഇതും എം രഞ്ജിത്തിനെ വിളിക്കണമെങ്കിൽ രഞ്ജിത്ത് നിർമ്മാതാവാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കും. കോൺട്രവേഴ്സി ഉണ്ടാക്കിയാൽ അത് സിനിമയെ ബാധിക്കും. പൊതുവിൽ മോഹൻലാലിൻ്റെ എമ്പുരാൻ സിനിമയിൽ ഒരു ബാഡ് ഇമേജ് നിൽക്കുന്നത് കൊണ്ട് ഇത്തരം ഒരു കോൺട്രവേഴ്സിയുമായി വരുമ്പോൾ അത് ഈ സിനിമയെ ബാധിക്കും എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇയാളുടെ പുറകിൽ ആരോ ഉണ്ട്. ഇയാൾ ഒറ്റയ്ക്കല്ല ഇത് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇയാളുടെ പുറകിൽ ആരോ ഉണ്ട്. ഇത് മനഃപൂർവ്വം മോഹൻലാലിനെയും ഈ ടീമിനെയും, ഈ വിജയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയെ തകർക്കാനായി എൻ്റെ ഒരു തോന്നലാണ്. എനിക്കറിയില്ല, ചിലപ്പോൾ ഇയാൾ ഇപ്പോൾ എഴുതിയ സിനിമയാകാം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. ഇപ്പോൾ മോഹൻലാലിനൊന്നും ഇതിൽ വക്കീൽ നോട്ടീസ് അയച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ വേറെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തുടരും എന്ന് പറയുന്ന സിനിമ നമ്മളൊന്നും ചിന്തിക്കാത്തൊരു സിനിമയാണ്. അത് അത്രയും എഴുതണമെങ്കിൽ അതിൻ്റെ അകത്ത് തലയ്ക്കകത്ത് നല്ല മൂളയുള്ള, പച്ചത്തി പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയണം, തലയ്ക്കകത്ത് നല്ല മൂളയുള്ള ഒരാളിൻ്റെ തലയിൽ നിന്ന് വന്ന ഒരു സംഭവമാണ് ആ കഥ എന്ന് പറയുന്നത്. കാരണം അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഓരോ രംഗവും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പ്രാവശ്യം കണ്ട ഒരാൾക്ക് ഒരു തവണ കൂടി ആ സിനിമ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ, പൈസ ചിലവാക്കി ഒരു തവണ കൂടി അത് സിനിമ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നു ഞാൻ 250 രൂപ ചിലവാക്കിയാണ് ഞാൻ ആ സിനിമ കണ്ടത്. കാരണം സാധാരണ തിയേറ്ററിലൊന്നും ഇല്ല. അപ്പോൾ അതിലും കൂടുതൽ പൈസ കൊടുത്തിട്ടാണ് ആ സിനിമ എന്നിട്ടും എനിക്ക് മതിയാകാത്തത് കൊണ്ട് ഒരിക്കൽ കൂടി ഇനി ആ സിനിമ കാണണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അത് അത്ര നന്നായിട്ട് എടുത്തു വെച്ചേക്കുന്ന ഒരു സിനിമ, അത്ര നല്ല കഥ, ഒരു സെക്കൻഡ് പോലും നമ്മളെ ബോറടിപ്പിക്കാത്ത, ഈ പറയും പോലെ ലാഗ്, ഇതിലെവിടെയാണ് ലാഗ് എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, ലാഗ് ചെയ്യിപ്പിക്കാത്ത, നമ്മളൊന്നും. അതിൽ വേറൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം ഇയാൾ ചിലപ്പം ഏത് ഉദ്ദേശത്തിലാണ് ചെയ്തതെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട വസ്തുത, ഈ സിനിമ നിരന്തരം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു കണ്ടന്റ്, ഒരു ത്രെഡ് കിട്ടിയാൽ മതി. അപ്പം ഇപ്പം ഞാൻ ഒരു പുതുമുഖം, ഞാനിപ്പോൾ കുറേ വർഷമായിട്ട് സിനിമ ചെയ്യുന്ന ഒരാളാണെന്നിരിക്കട്ടെ, പല പ്രശസ്തരായ സംവിധായകരെക്കുറിച്ചും നടന്മാരെക്കുറിച്ചും ഒക്കെ ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് സിനിമ ചെയ്യുന്ന ഒരാളാണ്, ഞാൻ കുറേ വർഷങ്ങളായിട്ട് സിനിമ ചെയ്യുന്നു. പക്ഷേ എന്നോടൊരാൾ കഥ പറയാനായിട്ട് വരുന്നു. അപ്പോൾ ആ കഥ ഞാൻ കേൾക്കുമ്പോൾ അതിൽ ഈ പുതുമുഖ ഒരു എഴുത്തുകാരനാണെങ്കിൽ അതിലൊരുപാട് മിസ്റ്റേക്കുകളുണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു കണ്ടൻറ്റായി കിട്ടും. നമ്മളൊരു ശില്പിയുടെ കയ്യിൽ ഒരു അധികം പണിയാത്ത ഒരു ശില്പം കിട്ടിയാൽ അത് രാഗി മിനുക്കിയെടുത്ത് നല്ല ശില്പമാക്കി മാറ്റുന്ന പോലെ ചെയ്യാനുള്ള കഴിവുകൾ ഇവർക്കുണ്ട്. ഒരു മലയാളത്തിന് തന്നെ ഒരു വലിയ സംവിധായകൻ, അദ്ദേഹം എടുക്കുന്ന സിനിമകൾ വിദേശ ചിത്രങ്ങളിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് കാണിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിലടക്കം കാരണം മണിയമ്പിള്ള രാജു ഉൾപ്പെടെ കഴിഞ്ഞ ഒരു ഏതോ ഒരു പ്രോഗ്രാമിൽ പറയുന്നത് മൈ ഡിയർ റോങ് നമ്പർ എന്ന് പറയുന്ന ഒരു സിനിമ ഇതുപോലെ ഏതോ ഒരു ഇംഗ്ലീഷ് സിനിമയിൽ നിന്ന് കൊണ്ടുവന്ന കഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊറിയൻ സിനിമകളൊക്കെ എടുത്ത്, അതൊക്കെ ആകുമ്പോൾ ഇവിടെ ആരും മലയാളികളൊന്നും അധികം കാണില്ലല്ലോ. അപ്പോൾ അതെടുത്തിട്ട് അതുപോലെ ആ സീൻ ബൈ സീനായിട്ട്, അതുപോലെ ഇപ്പം നേരെന്ന് പറഞ്ഞ സിനിമയിൽ, നേരെന്ന് പറഞ്ഞ സിനിമ ഒരു വിദേശ ചിത്രമാണ്, അത് ആ സീൻ ബൈ സീനായിട്ട്. പക്ഷേ ചില വിദേശ സിനിമകൾ മലയാളത്തിലോട്ട് മാറ്റുമ്പോഴും പിന്നെ ഈ നേരൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റും അങ്ങനെ ഒരു സിനിമയെക്കുറിച്ച്. അത് ആരെങ്കിലും എഴുതി വെച്ച ആരെങ്കിലും കണ്ടന്റാക്കിയ സിനിമയായിരിക്കും. പക്ഷെ എങ്കിൽ പോലും മലയാളത്തിലേക്ക് വരുമ്പോൾ മലയാളത്തിൻ്റെ ഏറ്റവും എന്താ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത് മോഹൻലാൽ അഭിനയിക്കുമ്പോൾ അത് മറ്റൊരു സിനിമയും പിന്നെ ലാംഗ്വേജിലും കൃത്യമായി കിട്ടില്ല എന്നുള്ള രീതിയാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ അവരെ ഇത് കൊണ്ടുപോയി കാണിക്കണം, ഈ ആ സിനിമ ചെയ്തവരെ ഇത് കൊണ്ടുവന്ന് കാണിക്കണം. അവർ ഞെട്ടിപ്പോയോ, ഇത്രയും നന്നായിട്ട് ചെയ്യാമായിരുന്നു. ഈ ദൃശ്യത്തിന്റെ തമിഴ് ഇതിന് കണ്ടിരുന്നോ? ദൃശ്യം തമിഴ് കണ്ടില്ല. എന്റെ അമ്മയെ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റൂല. പക്ഷെ ലാലേട്ടൻ ചെയ്തു വെച്ചേക്കുന്ന പല സിനിമകളും പല ലാംഗ്വേജിലൊക്കെ റീമാക്ക് ചെയ്തിട്ടുണ്ട്. മണിച്ചിത്ര, കാരണം അതിനെ അലമ്പാക്കി കുളവാക്കി കയ്യിൽ കൊടുക്കും. പക്ഷേ ലാലേട്ടൻ്റെ ഒരു പവർ, മോഹൻലാലിൻ്റെ ഒരു കഴിവ്, ഒരു മികവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഒരു ബോൺ ആക്ടാണ്. അത് ഒരിക്കലും നമുക്ക് വേറൊരാൾ കാണാൻ കഴിയില്ല. അദ്ദേഹം അഭിനയിച്ചു വെച്ചത് അദ്ദേഹത്തിന് മാത്രമേ പറ്റൂ എന്ന് തെളിയിച്ച ഒരു മനുഷ്യനാണ്.
അപ്പോൾ ഇതൊക്കെ ചുമ്മാ ഇനിയിപ്പോൾ എന്ത് കോൺട്രവേഴ്സി ഉണ്ടാക്കിയാലും സിനിമ 100 കോടി എങ്ങാണ്ടായെന്ന് പറയുന്നു. അപ്പോൾ സിനിമ വിജയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരിക്കൽ കണ്ടവർ, എൻ്റെ ഫ്രണ്ട്സൊക്കെ മൂന്ന് പ്രാവശ്യം കണ്ടവരുണ്ട് ഈ സിനിമ. എത്ര കണ്ടാലും നമുക്ക് ബോറടിക്കാത്ത ഒരു സിനിമ മതിയായിരുന്നു. കാരണം അത്ര നല്ല ഇത് മൂവിങ് ആയിട്ട് പോകുന്ന ഒരു സിനിമ, ഈ വെക്കേഷൻ കാലത്ത് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് പറഞ്ഞാലൊന്നും സിനിമ ഇതൊന്നും ബാധിക്കും എന്ന് തോന്നുന്നില്ല. പിന്നെ വക്കീൽ നോട്ടീസ് ആദ്യമായിട്ടല്ല ഇവർക്കൊന്നും കിട്ടുന്നത്, അതുകൊണ്ട് ഇവർക്ക് ഇതൊക്കെ ശീലമായി കാണും.